ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. അതിന് വേറെ മീനിങ്സ് ഉണ്ട്, അത് നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കും. അപ്പം ഉണ്ട് എന്നുള്ള മീനിങ് വരുന്നത് എപ്പോഴാണ്? എൻ്റെ കയ്യിൽ ഒരു പാനയുണ്ട്, എനിക്കൊരു മാരേജ് ഉണ്ട്, ഐ ഹാവ് എ മീറ്റിംഗ്, ഐ ഹാവ് എ മാരേജ്. ഇപ്പം ആരുടെ കൂടിയാണ് ഹാവ്, ആരുടെ കൂടിയാണ് ഹാസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. സെയിം മീനിങ് ആണ്, ഹാവ് ഹാസ് സെയിം മീനിങ് ആണ്. അപ്പം ഇത് ആരുടെ കൂടിയാണ് ഹാവ്, ഹാസ് ആരുടെ കൂടിയാണെന്നുള്ളത് ഇന്നലത്തെ വീഡിയോ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഹാഡ്, ഉണ്ടായിരുന്നു, ഉണ്ട് ഹാസ് ഹാവ്, ഉണ്ടായിരുന്നു ഹാഡ്. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ മാരേജ് യെസ്റ്റർഡേ. അതുപോലെ ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു ഹാഡ്. ഇനി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതില്ല എന്നെങ്ങനെ പറയും നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ചു ഐ ഹാവ് എ പെൻ, എൻ്റെ കയ്യിലൊരു പാനയുണ്ട്. എൻ്റെ കയ്യിലൊരു പാന ഇല്ല എന്ന് പറയാനോ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, ഇപ്പോൾ ഈസാമാർ ആയാലും വാസ് വെയർ ആയാലും ഇല്ല, അതല്ല എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒരു നോട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, ഹാവ് നോട്ട് അല്ല. ഇവിടെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഐ ഡോണ്ട് ഹാവ് എ പെൻ, ഐ ഹാവ് എ പെൻ, ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഷീ ഹാസ് എ പെൻ, ഷീ ഡസൻ ഹാവ് എ പെൻ. ഐ ഡോണ്ട് ഹാവ്, ഷീ ഡസൻ ഹാവ്. ഹാഡ് ആണെങ്കിലോ, ഇപ്പോൾ ഹാഡ് എന്ത് വരും? എൻ്റെ ഒരു പേന ഉണ്ടായിരുന്നു, ഐ ഡിഡൻറ്റ് ഹാവ് എ പെൻ. അപ്പം മൂന്നെണ്ണവും മൂന്ന് തരമാണ്, കൺഫ്യൂസിങ് ആണ്, പക്ഷേ പഠിച്ചേ പറ്റൂ. അപ്പം ഐ ഹാവ് എ പെൻ, ഐ ഡോണ്ട് ഹാവ് എ പെൻ, ഷീ ഹാസ് എ പെൻ, ഷീ ഡസൻ ഹാവ് എ പെൻ, ഐ ഹാഡ് എ പെൻ, ഐ ഡിഡൻറ്റ് ഹാവ് എ പെൻ. ഹാവും ഹാസും യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, ഇപ്പം ഇത്ര പേരുടെ കൂടെ ഹാവും ഇത്ര പേരുടെ കൂടെ ഹാസും. പക്ഷേ ഹാഡ് എല്ലാവരുടെ കൂടെയും യൂസ് ചെയ്യാം. ഐ ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ്, വി ഹാഡ്, ടോം ഹാഡ്, എല്ലാവരുടെ കൂടെയും ഹാഡ് യൂസ് ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിളോട് പറയാം. ഐ ഹാവ് എ മാരേജ്, ഐ ഡോണ്ട് ഹാവ് എ മാരേജ്. ഷീ ഹാസ് എ മാരേജ്, ഷീ ഡസൻ ഹാവ് എ മാരേജ്. ഐ ഹാഡ് എ മാരേജ്, ഐ ഡിഡൻ ഹാവ് എ മാരേജ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവും പഠിച്ചു. ഇനി ഹാവിന് പല മീനിങ്സ് ഉണ്ട്. ഇപ്പം ഉണ്ട് എന്നുള്ള മീനിങ് മാത്രമല്ല ഹാവിന് വരുന്നത്. ഹാവിൻ്റെ വേറൊരു മീനിങ് കഴിക്കുക എന്നുള്ളതാണ്, ഭക്ഷണം കഴിക്കുക. ഇപ്പം ഒരാളോട് നമ്മൾ നോർമലി എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് കഴിച്ചോ, ഹാഡ് ഫുഡ് ചോദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ശരിക്കും അത് വരുമ്പം ഹാവ് യു ഹാഡ് ഫുഡ് എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു ഹാഡ് ഡിന്നർ, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എന്താണ് ആൻസർ ആയിട്ട് പറയാം നമ്മൾ? യെസ്, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഓക്കെ, ഞാൻ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഹാഡ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ. അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കും ഹാഡ് യുവർ ഡിന്നർ, ദാറ്റ്സ് ഫൈൻ. ലൈക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്. ആ ചോദിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ടോണിൽ ചോദിക്കും, ലൈക്ക് ഹാഡ് യു ഡിന്നർ, ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് പഠിച്ചു. അതിന് നെഗറ്റീവ്സും പഠിച്ചു. പിന്നെ ഹാവിൻ്റെ വേറെ കുറച്ച് മീനിങ്സും പഠിച്ചു. പക്ഷേ ഹാവിന് ഇനിയും ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് പഠിച്ചു. അതുപോലെ ഹാവിൻ്റെ വേറൊരു മീനിങ് കൂടെ പഠിച്ചു, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ഹാവിൻ്റെ വേറൊരു മീനിങ് പഠിക്കാം. ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്യും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാവ് യൂസ് ചെയ്യുമ്പം ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം ആയിരിക്കണം വരേണ്ടത്. ലൈക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ, ഹാവ് യു ഹാഡ്. അപ്പോൾ തേർഡ് ഫോമാണ് വരേണ്ടത്, ഹാവിൻ്റെ തേർഡ് ഫോമാണ് ഹാഡ്. അതുപോലെ തന്നെ ഇപ്പം ഹാവ് യു വിസിറ്റഡ് ദാറ്റ് പ്ലേസ്, ആ പ്ലേസ് ഇതിന് മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഹാവ് യു സീൻ ദാറ്റ് മൂവി ബിഫോർ, ഈ മൂവി ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഹാവ് യു ഈറ്റൻ ദിസ് ഫുഡ് ബിഫോർ, ഈ ഫുഡ് ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, മുന്നേ നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഹാവ് യു യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നോ ഐ ഹാവൻറ്റ്, അല്ലെങ്കിൽ യാ ഐ ഹാവ് വിസിറ്റഡ് ബാംഗ്ലൂർ, ഐ ഹാവ് ബീൻ ടു ബാംഗ്ലൂർ ബിഫോർ. അതുപോലെ യാ ഐ ഹാവ് ഈറ്റൻ ദിസ് ബിഫോർ. അപ്പോൾ എപ്പോഴും വേർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കണം ഹാവിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ആയാലും. ഈ ഹാസിൻ്റെ ഹാവിൻ്റെ വേറൊരു മീനിങ് കൂടെ പഠിക്കാം. ഇപ്പം നമ്മൾ ഒരാളോടൊരു കാര്യം പറയാണ്, നീ അത് ചെയ്തേ പറ്റൂ, നീ എന്തായാലും ചെയ്തേ പറ്റൂ. അങ്ങനെ പറയുമ്പം യു ഹാവ് ടു ഡു ഇറ്റ്, യു ഹാവ് ടു. ഇപ്പം ഐ, യു, ദേവി, ഹാവ്, ഹി, ഷീ, ടോം, ഹാസ് ആണെന്ന് പഠിച്ചു. അപ്പം ഐ ആണെങ്കിൽ അവരുടെ കൂടെ ഹാവ്. ഇപ്പം ഞാൻ പറയാണ് ഐ ഹാവ് ടു ഡു ഇറ്റ്, ഞാൻ അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഷീ ആവുമ്പോൾ അവിടെ ഷീ ഹാസ് ടു ഡു ഇറ്റ്. അതുപോലെ അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റൂ, ഷീ ഹാസ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഓക്കെ, ഷീ ഹാസ് ടു ബി പ്രസൻറ്റ് ദെയർ, അവളോട് പ്രസൻറ്റ് ആയിരിക്കണം.
അങ്ങനെ ആയേ പറ്റൂ, ചെയ്തേ പറ്റൂ. ഹാവ് ഹാസ് പഠിച്ചു. ഐ ഹാവ് ടു, ഷീ ഹാസ് ടു, ഹി ഹാസ് ടു, ടോം ഹാസ് ടു, ഓക്കെ, ദേ ഹാവ് ടു. അപ്പം ഈ ഹാഡ് ടു എന്ന് വെച്ചാൽ ഇപ്പോൾ ഹാവ് ടു എന്താണ്, നീ അത് ചെയ്തേ പറ്റൂ, ഇപ്പോൾ ചെയ്തേ പറ്റൂ. അതുപോലെ ഹാസ് ടു ആയാലും സെയിം മീനിങ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു മീനിങ് പഠിച്ചു. അതല്ലാതെ വേറൊരു മീനിങ് എന്താ നമ്മൾ പഠിച്ചത്, അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാനും പഠിച്ചു. ഹാവ് ടു, ഹാഡ് ടു, ഹാസ് ടു. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഹാസ് ഹാവ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഹാഡും പഠിച്ചു. അപ്പം ഹാസ് ഹാവിന് നമ്മൾ പറഞ്ഞു ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ വേറൊരു മീനിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ മുന്നിൽ തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ. അപ്പം ഐ യു ദേവി നമ്മൾ പറഞ്ഞു ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹി ഷീ ടോം ഹാസ് ആണ്. അപ്പം ഇപ്പം ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഞാൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. ഓക്കെ, അപ്പം അവനാണെങ്കിലോ, അവൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. അതുപോലെ ഞാൻ ഇംഗ്ലീഷ് കെയറിൽ 2 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് കെയർ ഫോർ 2 years. അതുപോലെ അവളാണെങ്കിലോ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് കെയർ ഫോർ 2 years. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവരുടെ കൂടെ ഹാവും ഇവരുടെ കൂടെ ഹാസും. ഓക്കെ, ലൈക്ക് ദാറ്റ്. അത് നമ്മൾ ഇപ്പം അങ്ങനെയല്ല എന്ന് പറയാനോ, ഞാൻ 2 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് കെയറിൽ വർക്ക് ചെയ്യുകയല്ല. ഐ ഹാവൻറ്റ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് കെയർ ഫോർ 2 years. ഓക്കെ, ജസ്റ്റ് ഒരു ഹാവിൻ്റെ കൂടെ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഹാവൻറ്റ്, ഹാവ് നോട്ട്, ഹാവൻറ്റ്. അതുപോലെ അവളാണെങ്കിലോ, ഷീ ഹാസൻറ്റ്, ഹി ഹാസൻറ്റ്, ടോം ഹാസൻറ്റ്. ഓക്കെ, ഷീ ഹാസൻറ്റ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. അവൾ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, ഇനി അത് ക്വസ്റ്റ്യൻ ആവുമ്പോൾ എങ്ങനെയാവും? നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആകുമ്പം ആ സെക്കൻഡുള്ള ആൾ ഫ്രണ്ടിൽ വരും. ഹാവ് യു ബീൻ, ഓക്കെ, ഹാവ് യു ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours? നീ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോൾ അവളാണെങ്കിലോ, ഹാസ് ഷീ ബീൻ പ്ലേയിങ് ഫോർ 2 hours? അവൾ 2 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 days. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവളാണെങ്കിൽ അല്ലെങ്കിൽ ടോം ആണെങ്കിൽ ടോം ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 days. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മുന്നേ തുടങ്ങി വെച്ച ഒരു കാര്യം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ടേമാണ് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ. ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് യോഗ ഫോർ 1 week. I haven't been practicing yoga for 1 week. Have I been practicing yoga for 1 week? അപ്പോൾ അവളാവുമ്പോഴോ, has she been practicing yoga for 1 week? Yeah, she has been practicing yoga for 1 week. അല്ലെങ്കിൽ she hasn't been practicing yoga for 1 week. Okay, that's the difference. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെൻറ്റൻസ് ഇസ് ടോം ഹാസ് എ കാറും ടോം ഹാവ് എ കാറുമാണ്. ബോത്ത് സൗണ്ട് സിമിലർ ബട്ട് they have different meanings and different usages. Tom has a car is the correct sentence. Tom have a car is a wrong sentence. So Tom has a car എന്ന സെൻറ്റൻസിൽ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഹാസ് നമ്മൾ ഒരു നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യുമെന്ന്. സോ ടോം ഇസ് എ നൗൺ. A noun can either be a name, place or animal or thing. So നമുക്ക് ഹാസിൻ്റെയും ഹാവിൻ്റെയും യൂസേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഹാസിൻ്റെ യൂസേജസ് എന്ന് പറയുന്നത് ഹീ, ഷീ, ടോം, ഇറ്റ്. ഈ വേർഡ്സിന് കൂടെയായിരിക്കും നമ്മൾ ഹാസ് യൂസ് ചെയ്യാറ്. എന്തൊക്കെ വേർഡ്സാണ്? ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ടോം. ടോം എന്ന് പറയുന്നത് ഒരു നൗണാണ്. സോ ഇറ്റ് ക്യാൻ ഐദർ ബി എ നെയിം, പ്ലേസ്, ആനിമൽ ഓർ തിങ്. ഇനി ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ, യു, ദേ, വി. ഈ വേർഡ്സിന് കൂടെയാണ് ഐ, യു, ദേ, വി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് 1 person. ഇറ്റ് ക്യാൻ ബി മോർ ദൻ 1 or more persons. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നിനക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മോർ ദൻ 1 person. സോ
ഒന്നും കൂടിയും ലെറ്റ്സ് സീ ഹാവും ഹാസും യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന്. ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരു നൗൺ ഓർ ടോം. ഹാവ് യൂസ് ചെയ്യുന്നത് ഐ, യു, വി ആൻഡ് ദേ. They have a meeting. You have a car. I have a car. He has a car. She has a car. The cat has caught a mouse. So she has a car. അവൾക്ക് ഒരു കാറുണ്ട്. They have a car. അവർക്ക് ഒരു കാറുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ both seems similar, but ഇംഗ്ലീഷിൽ പറയുമ്പോൾ they mean different. So ഹാസും ഹാവും എവിടെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ ലെറ്റ്സ് ഫ്രെയിം സം സെൻറ്റൻസസ്. ഐ ഹാവ് എ ഡോഗ്. യു ഹാവ് എ പെറ്റ് കാറ്റ്. ദേ ഹാവ് എ പെറ്റ് പാരറ്റ്. വി ഹാവ് എ കാർ. നമ്മൾ ഇന്ന് ഹാസും ഹാവും വെച്ചുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസും അത് യൂസ് ചെയ്യുന്ന വേർഡ്സും ഒക്കെ നമ്മളിന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടുപേരെ നമ്മൾ ആദ്യം പഠിച്ച രണ്ടുപേരെ ഒന്നിച്ച് എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ വിൽ ഓൾറെഡി പഠിച്ചു. എന്താണ് ഫ്യൂച്ചറിലെ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത്. ഹാവ് നമ്മൾ പഠിച്ചു എന്താണ് ഉണ്ട് എന്നാണ് ഹാവിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം വിൽ ഹാവ് എന്തായിരിക്കും? ഉണ്ടാകും, ഭാവിയിൽ എനിക്ക് അത് ഉണ്ടാകും എന്നൊരർത്ഥമാണ് വിൽ ഹാവ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. എനിക്ക് അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടാകും. ഹി വിൽ ഹാവ് എ ഫംഗ്ഷൻ നെക്സ്റ്റ് വീക്ക്. അവന് അടുത്ത ആഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. അടുത്ത ആഴ്ച തന്നെയില്ല, ഇപ്പം അടുത്ത കൊല്ലം ആവാം, ഇപ്പം അടുത്തൊരു ഡേ തന്നെ നാളെ ആവാം, എന്തോ ആവാം. ഓക്കെ, എനിക്കത് ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൽ ഹാവ്. അത് നമ്മൾ 8 ഹെഡ്സ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് ആൻഡ് ടോം. എല്ലാവരും കൂടെ നമുക്ക് വിൽ ഹാവ് യൂസ് ചെയ്യാം. ടോം വിൽ ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. ടോമിന് അടുത്ത കൊല്ലം ഒരു കാർ ഉണ്ടാകും. ഓക്കെ, അപ്പം ഉണ്ടാകും എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. ഇനി ഉണ്ടാകില്ല. ടോമിന് അടുത്ത കൊല്ലം ഒരു കാർ ഉണ്ടാകില്ല എന്നെങ്ങനെ പറയും? ടോം വിൽ നോട്ട് ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. അടുത്ത കൊല്ലം ഒരു കാർ ഉണ്ടാവില്ല. ഐ വിൽ നോട്ട് ഹാവ് എ മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. എനിക്ക് അടുത്ത ആഴ്ച മീറ്റിംഗ് ഉണ്ടാകില്ല. വിൽ നോട്ട്, വോണ്ട് ഹാവ്. I won't have meeting next week. She won't have the function next week. അവൾക്ക് അടുത്ത ആഴ്ച ഫംഗ്ഷൻ ഉണ്ടാക്കില്ല. ഓക്കെ, ഇനി അത് ക്വസ്റ്റ്യൻ ആവുമ്പോഴോ, നിനക്ക് അടുത്ത ആഴ്ച മീറ്റിംഗ് ഉണ്ടാവുമോ? വിൽ യു ഹാവ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്? അപ്പം ഉണ്ടാകുമോ? നമ്മളെപ്പോഴും പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം വിൽ എപ്പോഴും ഫസ്റ്റ് ആണ് വരേണ്ടത്. വിൽ യു ഹാവ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്? അടുത്ത ആഴ്ച മീറ്റിംഗ് ഉണ്ടാകുമോ? അപ്പം അവനാണെങ്കിലോ വിൽ ഹി ഹാവ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്? അതുപോലെ വിൽ ദേ ഹാവ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്? 8 ഹെഡ്സിനെയും നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത കൊല്ലം, അടുത്ത മാസം, എപ്പോൾ വേണേലും അത് ഉണ്ടാകുമോ എന്ന് ചോദിക്കാനായിട്ട് വിൽ യു ഹാവ്. ഓക്കെ, അപ്പം ആൻസർ എന്തായിരിക്കും? യാ, ഹി വിൽ ഹാവ് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. വിൽ ഹി ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്? അവന് അടുത്ത മാസം ഒരു ജോലി ഉണ്ടാകുമോ? യാ, ഹി വിൽ ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്. നോ, ഹി വോണ്ട് ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പം ഉണ്ടാകുമോ, ഉണ്ടാകും, ഉണ്ടാകില്ല, ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ 8 ഹെഡ്സിനെ പ്ലേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പോസിറ്റീവ് ആൻസേഴ്സ് പറയുക, നെഗറ്റീവ് ആൻസേഴ്സും പറയാം. വിൽ യു ഹാവ്? യെസ്, ഐ വിൽ ഹാവ്. നോ, ഐ വോണ്ട് ഹാവ്. വിൽ ഹി ഹാവ് ജോബ് നെക്സ്റ്റ് മന്ത്? അവൻ അടുത്ത മാസം ജോലി ഉണ്ടാകുമോ? യെസ്, ഹി വിൽ ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസം ഒരു ജോലി ഉണ്ടാകും. നോ, ഹി വോണ്ട് ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസം ജോലി ഉണ്ടാകില്ല. ഓക്കെ, ആൻഡ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ വിൽ ഹാവ് ടൈം ടു സ്റ്റഡി ഫോർ എക്സാം. അവർക്ക് എക്സാമിന് പഠിക്കാൻ ടൈം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അവർക്ക് അടുത്ത ആഴ്ച പഠിക്കാൻ ടൈം ഉണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കും? വിൽ ദേ ഹാവ് ടൈം ടു സ്റ്റഡി ഫോർ എക്സാം? യെസ്, ദേ വിൽ ഹാവ് ടൈം ടു സ്റ്റഡി ഫോർ എക്സാം. ഇല്ല എന്നാണെങ്കിലോ? നോ, ദേ വോണ്ട് ഹാവ് ടൈം ടു സ്റ്റഡി ഫോർ ദി എക്സാം. ഓക്കെ, അപ്പം ഉണ്ടാകുമോ, ഉണ്ടാകും, ഉണ്ടാകില്ല എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വുഡ് ഹാവ്, കുഡ് ഹാവ് ആൻഡ് ഷുഡ് ഹാവ്. ഇത് മൂന്നിൻ്റെ യൂസേജ് ആണ്. ഇത് മൂന്നും ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. പാസ്റ്റ് നടന്നൊരു കാര്യം നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് തോന്നില്ലേ? അത്തരം സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് കുഡ് ഹാവ് നോക്കാം. കുഡ് ഹാവ് എന്ന് പറയുന്നത് ചെയ്യാമായിരുന്നു, മുന്നേ നടന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നില്ലേ?
അത്ര സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഐ കുഡ് ഹാവ് സേവ്ഡ് മോർ മണി ഇഫ് ഐ ഹാഡ് പ്ലാൻഡ് റെഗുലർലി. ഓക്കെ, ഞാൻ നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാമായിരുന്നു. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹി കുഡ് ഹാവ് ബിക്കം ഫേമസ് ഇഫ് ഹി ഹാഡ് പെർസ്യൂ ഹിസ് കരിയർ ഇൻ ആക്ടിങ്. അതായത് അവൻ്റെ കരിയർ ആക്ടിങ്ങിൽ പെർസ്യൂ ചെയ്തിരുന്നെങ്കിൽ അവൻ കൂടുതൽ ഫേമസ് ആവാമായിരുന്നു. ഓക്കെ, നമുക്ക് വുഡ് ഹാവിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് കോൾ മീ. ഓക്കെ, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തേനെ. അങ്ങനെ പറയുന്ന സിറ്റുവേഷനിലാണ് വുഡ് ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, കുഡ് ഹാവും പറഞ്ഞു, വുഡ് ഹാവും പറഞ്ഞു. കുഡ് ഹാവ് ആകുമ്പം എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നർത്ഥമാണ് വരുന്നത്. വുഡ് ഹാവ് ആകുമ്പം അതിൽ ചെയ്തേനെ, ആ ഒരു ഡിഫറൻസാണ് അത് രണ്ടിനും വരുന്നത്. ഇനി നമ്മൾ മൂന്നാമതായിട്ടുള്ള ആളാരാണ്? ഷുഡ് ഹാവ്. ഓക്കെ, ഷുഡ് ഹാവ് ആകുമ്പം ചെയ്യണമായിരുന്നു, ലൈക്ക് നമ്മൾ മസ്റ്റായിട്ട്, ലൈക്ക് പാസ്റ്റിലാണ് നടന്നത് എന്നിരുന്നാലും നമ്മൾ പ്രസൻറ്റിൽ പറയുമ്പോൾ നീ അത് ചെയ്യണമായിരുന്നു. ഇനി നമുക്ക് ഷുഡ് ഹാവിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ. ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. ഞാൻ നേരത്തെ പോകേണ്ടതായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് മൂന്നെണ്ണത്തിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. കുഡ് ഹാവ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പാസ്റ്റിൽ ചെയ്തത് നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്ന സിറ്റുവേഷനിലാണ് കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. വുഡ് ഹാവ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് പാസ്റ്റിൽ നടന്നൊരു കാര്യം നമ്മൾ ചെയ്തേനെ എന്ന് വരുന്ന സിറ്റുവേഷനിലാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഏതാണ്? ഷുഡ് ഹാവ്. അതായത് നിർബന്ധമായിട്ടും ചെയ്യണമായിരുന്നു, അതായത് മുന്നേ നടന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ നിർബന്ധമായിട്ടും അത് ചെയ്യണമായിരുന്നു അങ്ങനെ പറയില്ലേ, അത്ര സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഷുഡ് ഹാവ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവിങ് എന്നുള്ള വേർഡ് എവിടെയൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ പഠിച്ചല്ലോ. അപ്പം ഹാവിനും ഹാസിനും ഒരുപാട് മീനിങ്സ് വരുന്നുണ്ട്. ഈ മീനിങ്സ് തമ്മിൽ ഒട്ടും റിലേറ്റഡ് ആയിരിക്കില്ല, പല മീനിങ്സ് ആണ് വരുന്നത് അല്ലേ. അപ്പം ഈ ഹാവും ഹാസും എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഹാവിങ് എന്നുള്ള വേർഡ് മാത്രം, അതിന് വേണ്ടി മാത്രം ഒരു ക്ലാസ് മാറ്റി വെച്ചത്. ഓക്കെ, നമുക്ക് ഹാവിങ് എവിടേക്ക് യൂസ് ചെയ്യും നോക്കാം. ഒന്നാമത്തെ കാര്യം, ഫുഡ് കഴിക്കാം. നമ്മൾ പറഞ്ഞു കഴിക്കുക എന്നുള്ളതിന് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാവിങ് ഫുഡ്. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പറയുകയാണെങ്കിൽ നമ്മൾ ഹാവിങ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പറയാം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഹാവിങ് ഫുഡ്. ഓക്കെ, അതുപോലെ ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was having breakfast. Okay, I'm having ബിരിയാണി. ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was having ബിരിയാണി. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കുന്നത് ഒന്ന്, ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിക്കും എന്ന് പറയാൻ ഹാവിങ് പറയുമോ? ഇല്ല, I will have എന്നേ പറയൂ. ഓക്കെ, അപ്പോൾ കഴിക്കുക